എമ്പുരാൻ സിനിമയിലെ പോലെ നാടകീയമായിരുന്നു കേന്ദ്ര ഏജൻസി നീക്കം. രാവിലെ ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം സ്ഥാപനങ്ങളിലാണ് ഇ ഡി ആദ്യം റെയ്ഡ് തുടങ്ങിയത്. 11 മണിയോടെ കോഴിക്കോട്ടെ ഗോകുലം ഗ്രാൻഡ് ഓഫീസിലും ഇ ഡി സംഘം കയറി. ഓഫീസിലെ രേഖകൾ പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തു. പരിശോധനയും ചോദ്യം ചെയ്യലും 3 മണിക്കൂർ നീണ്ടു. തുടർ ചോദ്യം ചെയ്യലിനായി ഇ ഡിയുടെ ചെന്നൈ ഓഫീസിൽ അടിയന്തരമായി ഹാജരാകണമെന്ന് ഗോകുലം ഗോപാലന് നോട്ടീസ് നൽകി. ഇതനുസരിച്ച് ഗോകുലം ഗോപാലൻ ചെന്നൈക്ക് തിരിച്ചു. വിദേശ പണവിനിമയ നിയമപ്രകാരം നേരത്തെ ഗോകുലം ഗ്രൂപ്പിനെതിരെ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് റെയ്ഡെന്നാണ് ഇ ഡി വിശദീകരണം. അതേസമയം റെയ്ഡ് എമ്പുരാൻ സിനിമ നിർമ്മിച്ചതിന്റെ പ്രതികാരമാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. ഇപ്പോൾ എമ്പുരാൻ സിനിമയുടെ പ്രൊഡ്യൂസറുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ റെയ്ഡ് നടക്കുക. ഇതെന്താ വടക്കേ ഇന്ത്യയാണെന്ന് ഇവർ കരുതിയത്? ഇതെന്താ വെള്ളരിക്കാ പട്ടണമോ? അങ്ങനെ ഈ രാജീവ് ചന്ദ്രശേഖരനും ബജ്രംഗിമാർക്കുമൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾ ഈ നാടിനെ വിട്ടുകൊടുക്കില്ല. അതേസമയം റെയ്ഡ് വിവരം അറിയില്ലെന്ന് ബി.ജെ.പി. പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. എന്നോട് ആരും പറഞ്ഞില്ല, എന്നെ ആരും എക്യൂസ് ചെയ്തിട്ടില്ല, ഒന്നും പറയാനുമില്ല, ഒരു പ്രോബ്ലവും ഇല്ല, ഒരു തലവേനയില്ല. എമ്പുരാൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ടോളൂ. വിവാദമായ എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളാണ് ഗോകുലം ഗോപാലൻ. സിനിമക്കെതിരെ RSS രംഗത്തെത്തുകയും റീ എഡിറ്റ് നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് കേന്ദ്ര ഏജൻസിയുടെ റെയ്ഡ് എന്നത് ശ്രദ്ധേയമാണ്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ, കോഴിക്കോട്.